നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ കൊച്ചനെ, നീ പണം വാങ്ങിയപ്പോ കുറച്ച് പേപ്പറിൽ ഒപ്പിട്ട് തന്നില്ലേ? അതിലേ ഈ നിയമങ്ങളൊക്കെയാ. അയ്യോ ഖാദർക്ക, പ്ലീസ് തൽക്കാലം അതൊന്നും വേണ്ട. ഇതാണ് മെഡിറ്റേഷൻ. ആവശ്യം പോലെ പണം കെട്ടിവെച്ചിരിക്കല്ലേ ഒരാള്. നിധി കാക്കുന്ന ഭൂതം. ഇവിടെ ഓരോരുത്തർ പൈസയ്ക്ക് വേണ്ടി നെട്ടോട്ട് ഓടുക. ഖാദറാണെങ്കിൽ പണത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും പ്രമാണം വീണ്ടെടുത്തിട്ട് അച്ഛനെ ഏൽപ്പിക്കണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. പ്രകാശേണ്ട പണം ആന്ത്. പ്രകാശേന് പാകത്തുണ്ട്. ഈ സമയത്ത് കയറുന്നത് ബുദ്ധിയല്ല. എന്തായാലും പ്രകാശേൻ ഓഫീസിൽ പോകുമല്ലോ. അപ്പം നോക്കാം. ആ സമയത്ത് തട്ടാം. എങ്ങനെയും പണം കൈക്കലാക്കണം. നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? പതുക്കെ. എന്ത് പതുക്കേന്ന്? അല്ല, പതുക്കേം പറയാലോ. ഇങ്ങനെ ഒച്ച വെക്കണ്ടെന്ന് പറഞ്ഞതാ. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായിട്ട് അറിയില്ലേ? നീ എന്താ ഇതൊരു റെഡി ആവത്തെ? ഞാനിതാ റെഡി. റെഡി ആയെന്ന് പറഞ്ഞാ പോരാ. റെഡി ആവങ്ങോട്ട്. അങ്ങോട്ട്. മനുഷ്യനവിടെ കരഞ്ഞു കാല് പിടിച്ച റിസൈൻ ചെയ്ത ജോലിയിൽ തിരിച്ചു കയറിയത്. ജോലിക്കും കൂലിക്കും പോത്തവർക്ക് അതിന്റെ പാടൊന്നും അറിയണ്ടല്ലോ. മോളെ, കാപ്പി റെഡി ആയിട്ടുണ്ട്. വേണ്ട, എനിക്ക് പോകാൻ സമയമായി. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. മോളെ, എല്ലാം ഉണ്ടാക്കി വെച്ചതല്ലേ, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഉണ്ടാക്കി വെച്ച ഭക്ഷണം ആ കൊലയാളി വന്ദനയ്ക്ക് എന്നെ കൊടുത്തേക്ക്. ഭാഗ്യം പ്രകാശേനില്ല. ഇത് തന്നെ പറ്റിയ അവസരം. അയ്യോ, ഏട്ടത്തി ഇതിനകത്തുണ്ടായിരുന്നു. ശരി.
നീ ഇവിടെ എന്ത് ചെയ്യാ? അല്ല അത് പിന്നെ ഞാൻ പ്രകാശേട്ടനെ കാണാൻ വന്നപ്പോ പ്രകാശേട്ടനില്ല. നോക്കിയപ്പോ ഏട്ടത്തി മാത്രമേ ഉള്ളൂ. പിന്നെ ഏട്ടത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. എന്നാലും ഈ പ്രകാശേട്ടൻ ഇതെവിടെ പോയി? ഇവനിത് എന്തു പറ്റി? മോനെ, ആ കാപ്പി ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ടേ. കാതർക്ക ഹലോ, ഖാദറാണ്. പേടിക്കണ്ട, മനോജിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യം പറയാനാ വിളിച്ചത്. എനിക്ക് ഗുണം ചെയ്യുന്ന കാര്യോ? അതെന്ത് കാര്യോ? പറയ്. മനോജിന് കടം വാങ്ങിയ തുക തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണല്ലോ. ഒരു കാര്യം ചെയ്യാം. മനോജ് ഈട് എന്ന ആ വസ്തു ഞാൻ മറ്റാർക്കെങ്കിലും വിൽക്കാം. എന്നിട്ട് മനോജ് കടം വാങ്ങിയ പണവും പലിശയും കഴിച്ച് ബാക്കി ക്യാഷ് ഞാൻ മനോജിന് തന്നേക്കാം. എന്റെ കടവും വീട്ടാം, മനോജിന് കുറച്ച് പണവും കിട്ടും. എന്തു പറയുന്നു? അതെങ്ങനെ വിൽക്കാൻ പറ്റും? വസ്തു അച്ഛന്റെ പേരിലല്ലേ? ഓ, അങ്ങനെ നിയമം. എടാ കൊച്ചനെ, നീ പണം വാങ്ങിയപ്പോ കുറച്ച് പേപ്പറിൽ ഒപ്പിട്ട് തന്നില്ലേ? അതിലേ ഈ നിയമങ്ങളൊക്കെയാ. അയ്യോ ഖാദർക്ക, പ്ലീസ് തൽക്കാലം അതൊന്നും വേണ്ട. ഞാൻ വാങ്ങിയ പണം എത്രയും വേഗം ഞാൻ തിരിച്ചു തന്നേക്കാം. ദേവി, ഇത് വസ്തു ആർക്കും വിൽക്കരുത് പ്ലീസ്. അവധി ഒരുപാടായി. എന്ത് പിണ്ണാക്കെങ്കിലും ആവട്ടെ, ഒരവധി കൂടി ഞാൻ തരും. 5 ദിവസം മാത്രം. അതിനകം എത്രയും പെട്ടെന്ന് പണം എത്തിച്ചിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ വിളിയും കൂവലും ഒന്നും ഉണ്ടാവില്ല. വസ്തു ഞാൻ വിറ്റിരിക്കും. അയ്യോ, പിന്നെ നിയമം ഉണ്ടാക്കിക്കൊണ്ട് നീ ഒന്ന് കോടതി കയറി ഇറങ്ങിയാ മതി. ഖാദർക്ക, ഹലോ. ഛേ, ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ വസ്തു അയാൾ മറിച്ചു വെക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.